അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അറിയാം നമ്മുടെ വിഷുവിന്റെ ഒരു സ്ലോ മൊറിയിലാണ് കേട്ടോ. അത് അറിയാം ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ടു എൻഡ് അല്ല, ഒരു ക്യാപ്കട്ടിന്റെ ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് ഈ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ആ ടെംപ്ലേറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒരു 5 മിനിറ്റിനോട് തന്നെ ഒരു വീഡിയോ നമുക്ക് മേക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതുപോലത്തെ ട്രെൻഡിങ് ട്യൂട്ടോറിയൽസ് ആണ് കൂടുതലായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വിഷുവിന്റെ റീല് നമ്മൾ ക്യാപ്കട്ടിന്റെ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് പറഞ്ഞാൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ഒരു ടെംപ്ലേറ്റിന്റെ ഒരു പ്രത്യേകത പറയുന്നത് മാക്സിമം ഒരുപാട് ടൈം കാര്യങ്ങളൊന്നും സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ഈസി ആയിട്ട് ജസ്റ്റ് ആ ഒരു ടെംപ്ലേറ്റിലേക്ക് വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് ഈ ഒരു റീല് നിങ്ങൾക്ക് മേക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ചാടി കയറി പോയിട്ട് ആ ടെംപ്ലേറ്റ് എടുത്തിട്ട് നിങ്ങൾ വീഡിയോ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കുന്തും മനസ്സിലാവില്ല. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു പ്രോപ്പർ മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താലുള്ളൂ ആ ഒരു റീൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പെർഫെക്ഷൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുൻകൂട്ടി പറയുകയാണ്, ഈ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ചെറിയൊരു ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്താണ്ടാവും. അപ്പോൾ ആദ്യം ഞാൻ ആ ക്യാപ്കട്ടിന്റെ ടെംപ്ലേറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ടെംപ്ലേറ്റ് നിങ്ങളുടെ ഫോണിൽ വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന ഓപ്ഷൻ നിങ്ങൾ ഫോണിൽ ഓൺ ചെയ്താലുള്ളൂ കിട്ടുക. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഈ ഒരു ടെംപ്ലേറ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് അത് നേരെ ഓപ്പൺ ആവും. നമ്മുടെ ക്രോം ഏതെങ്കിലും ബ്രൗസർക്ക് ഓപ്പൺ ആവും. അപ്പോൾ ഇങ്ങനെ കാണിക്കും. എന്നാൽ ഈ താഴത്തെ യൂസ് ടെംപ്ലേറ്റ് ഇൻ ക്യാപ്കട്ട് എന്നുള്ള ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴത്തെ വീണ്ടും അത് തന്നെ വരും യൂസ് ടെംപ്ലേറ്റ് എന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ടെംപ്ലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെംപ്ലേറ്റിന് ഓഡിയോ ഉണ്ടാവില്ല. ഓഡിയോ നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യാണ് ചെയ്യുക. കാരണം കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഓഡിയോസ് നമ്മുടെ ക്യാപ്കട്ട് ഇട്ടിട്ട് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഓഡിയോ കറക്റ്റായിട്ട് അതിൽ വരുന്നില്ല. പക്ഷേ നമുക്ക് ഓഡിയോ സെപ്പറേറ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. യൂസ് ടെംപ്ലേറ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് മുമ്പേ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 31 ക്ലിപ്സ് ആട്ടോ വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 31 അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോസ് റാൻഡായിട്ട് തന്നെ ആഡ് ചെയ്താലും മതി. എന്നിട്ട് താഴത്തെ ഈ ഒരു യൂസ് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിന് താഴെ നിങ്ങൾക്ക് കാണാം ഓരോ ക്ലിപ്സും ആഡ് ചെയ്യേണ്ട ഓരോ കട്ടായിട്ട് ഓരോ ബോക്സുകൾ കാണുന്നു. അപ്പോൾ നിങ്ങൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാണ്ട്, ഇതിലെല്ലാതും നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒക്കെ ഒരു 0 പോയിന്റ് നിന്നാണ് അതിൻ്റെ സെക്കൻഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ 3 ഭാഗത്ത് 1 സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചാൽ ഇത് കണ്ടോ, 16ാമത്തെ ക്ലിപ്പ് 1.6 സെക്കൻഡാണ്. അതേപോലെ തന്നെ 21ാമത്തെ ക്ലിപ്പ് 1.7 സെക്കൻഡ്. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ 31ാമത്തെ ക്ലിപ്പ് 1 സെക്കൻഡ്. അപ്പോൾ ഈ ഒരു 3 ക്ലിപ്പിൽ നിങ്ങൾ അവിടെ വീഡിയോ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾ ഫോട്ടോസും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഫോട്ടോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത ഫോട്ടോ തന്നെ നിങ്ങൾ രണ്ടാമത് അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു 1 സെക്കൻഡിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വീഡിയോസ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അവിടെ നിങ്ങൾ ഫോട്ടോസ് ആഡ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ആഡ് ചെയ്യാണ്. ആദ്യം നമ്മുടെ 0 സെക്കൻഡ് കാണിക്കണേലൊക്കെ ഞാനിവിടെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 0 സെക്കൻഡ്സ് കാണിക്കണേലൊക്കെ ഫോട്ടോസ് ആഡ് ചെയ്തു. അടുത്ത ഇനി 1.6 സെക്കൻഡാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് ഒരു വീഡിയോ ആഡ് ചെയ്യണേ. ഇനി അടുത്തത് 0.3 സെക്കൻഡാണ്. അവിടേക്ക് വീണ്ടും ഞാൻ അതവിടെ ഫോട്ടോസ് ആഡ് ചെയ്യാണ്. ഇനി അടുത്തത് 1.6 സെക്കൻഡ് ആട്ടോ. അപ്പോൾ അവിടേക്ക് ഞാൻ ഒരു വീഡിയോ ആഡ് ചെയ്യാണ്. ഇനി അടുത്തത് അത് കഴിഞ്ഞിട്ട് ഇനി 0 സെക്കൻഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് ഞാൻ ഇതവിടെ ഫോട്ടോസ് ആഡ് ചെയ്തു. ഓക്കെ, ലാസ്റ്റത്തതിന് നമ്മൾ 1 സെക്കൻഡാണ് കാണിക്കുന്നത്. അവിടേക്ക് ഒരു വീഡിയോ ആഡ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ഇപ്പോൾ ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് മേലെ കാണാം ഒറിജിനൽ എന്നുള്ള ഓപ്ഷൻ. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഓഡിയോ തന്നിട്ടുണ്ടാവും. ആ ഒരു ഓഡിയോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ കണ്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോൻ്റെ ഓഡിയോ ആഡ് ചെയ്തപ്പോൾ അതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഇനി അടുത്തത് പറയുന്നതിന് താഴെ എൻ്റെ വാട്ടർമാർക്ക് ഉണ്ടാവും. ജസ്റ്റ് ഈ T സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എൻ്റെ വാട്ടർമാർക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർമാർക്കും പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് ഇപ്പോൾ ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളോട് പറയാനുള്ളത് അറിയാം, നിങ്ങൾക്ക് ഇതിന്ന് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്പിൽ നിന്ന് ആ ഒരു വീഡിയോ നിന്ന് ഏതെങ്കിലും നല്ല പോഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ട്രിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ അങ്ങോട്ട് കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ നല്ല ഭാഗങ്ങൾ ഇതേപോലെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപ്കട്ടിൻ്റെ വാട്ടർമാർക്ക് ഇല്ലാതെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി താഴത്തെ ടിക്ടോക്കിൻ്റെ ലോഗോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വാട്ടർമാർക്ക് ഇല്ലാതെ അത് എക്സ്പോർട്ട് ആവും. അപ്പോൾ ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.